വിഹാൻ ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. എക്സ്പീരിയൻസ് നമ്മൾ കണ്ടും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ പുറത്തു നിന്ന്. അപ്പോൾ ഇതിലുള്ളിലേക്ക് വരുമ്പോൾ ആ സ്വപ്നം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കൊണ്ട് തന്നെ കിട്ടി. പിന്നെ ഇതിൻ്റെ മെയിൻ കപ്പിത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ സാർ മുജീബ് സാറ്, അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ പടം ഇവിടെ വരെ നമ്മളിപ്പം എത്തി നിൽക്കുന്നത്. അത് കൂടാതെ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഫിനീഷേട്ടൻ, അദ്ദേഹമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖം എന്ന രീതിയിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ ഒരു ഫാമിലി പോലെ നിന്ന്, അത് ഫസ്റ്റിലെ അങ്ങനെ ഒരു പടത്തിൽ കിട്ടുക എന്ന് പറയുന്നൊരു പ്ലസ് ആയിട്ട് ഞാൻ കരുതുന്നു. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, സുനിലക്ഷ്മിയാണ് ഹീറോയിൻ. വിഹാന്റെ ഹീറോയിനായിട്ട് വരുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള തമിഴിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം അവരോട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ഷോട്ടിന്റെ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. ബട്ട് ആ ടൈമിൽ വളരെ കംഫർട്ടബിൾ ആക്കി അവരോട് സീൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. അവര് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതിനാണ് അങ്ങനെയാണ് അങ്ങനെ ചില സജഷൻസ് ഒക്കെ പറയാറ്. സോ ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മലയാളത്തിൽ പിന്നെ കുറച്ചുകൂടെ കണ്ടില്ല, തമിഴിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, വീണ്ടും തിരിച്ച് മലയാളത്തിലേക്ക് തിരിച്ചു വരവാണോ അഞ്ചാം പേര്? അങ്ങനെ ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്താണ് ഗ്യാപ്പ് വന്നത്? സ്വാഭാവികമായിട്ട് വന്ന ഗ്യാപ്പാണ്, പ്ലാൻ ചെയ്തുണ്ടായ ഗ്യാപ്പില്ല. ആ സമയത്ത് ഞാൻ പിന്നെ വേറൊരു വർക്കും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് മനഃപൂർവ്വം എടുത്തിട്ട് ബ്രേക്ക് എടുത്ത് പോകും. അങ്ങനെ തമിഴ് അതിപ്പോൾ എപ്പോഴും എനിക്ക് ആദ്യം ചാൻസ് കിട്ടും തമിഴായതുകൊണ്ട് എനിക്ക് എപ്പോഴും തമിഴിനോടൊരു ലവ് ഉണ്ട്, സിറ്റുവേഷനാണ് എപ്പോഴും. ആദ്യം ഒരു പ്രയോറിറ്റി എപ്പോഴും ഉണ്ടെന്ന് മനസ്സിലായി. കെട്ടി ഉറപ്പായിട്ട് ചെയ്യും. അങ്ങനെയില്ല, മെയിൽ ഡൊമിനേഷന് എതിരായിട്ടുള്ള ഒരു പടം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ശരി, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കേരളം ഇപ്പൊ 1956 മുതൽ ഇത്ര വർഷമായിട്ട് ഒരു ഫീമെയിലും ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളൂ. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ 50-50 സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളിൽ വരെയും സ്ത്രീകൾ വന്നിരുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരണം, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും മെയിൽ എതിർത്തുള്ള ഒരു പടമല്ല, ഈക്വൽ ഒരു പാർട്ണറായിട്ട് ഫീമെയിൽസിനെ കാണണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത്. പ്രസ് മീറ്റിൽ ഇപ്പൊ ഞാൻ അതെന്താ കാര്യം വെച്ചാൽ സുനു ലക്ഷ്മി വന്നില്ല, അതാണ് സത്യം പറഞ്ഞാൽ നടന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, സത്യമാണ് അത്. ശരിക്കും പറഞ്ഞു എല്ലായിടത്തും അതുള്ളതാണ്. സിനിമയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ എല്ലായിടത്തും അതൊരു സത്യം തന്നെയാണ്. ഇവിടെയും അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന ഇപ്പൊ എത്ര റിപ്പോർട്ടേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഫീമെയിൽ ഉണ്ട്? അതും ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം പീക്കിലേ. അതുകൊണ്ട് മാത്രമല്ല, ഇതിന്റെ സംഘാടകരായ ആളുകളാണല്ലോ മുൻനിരയിൽ ഇരിക്കുന്നത്. ഡയറക്ടർ, പ്രൊഡ്യൂസർ, അവരാണ് ഡയറക്ടറിൽ ഉറപ്പായിട്ടും ഫ്രണ്ടിലിരിക്കും, പ്രൊഡ്യൂസർ അവരാണ് ഫ്രണ്ടിലിരിക്കും. കാരണം അതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയുന്നവരാണ് മുൻനിരയിൽ ഇരിക്കുന്നത്. അപ്പൊ അവർക്കും അവരുടേതായ കാരണങ്ങൾ പറയാനുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 95% മെയിനാണ്. അത് ഇന്നോ നാളെയോ മാറില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്തുകൊണ്ട് നാളെ മുതൽ ഫീമെയിൽ ഓറിയന്റഡ് സിനിമ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് നടക്കുകയുമില്ല. കാരണം അവരങ്ങനെയാണ് വളർന്നു വന്നത്. നമ്മുടെ സമൂഹം അങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു ദിവസം നേരം വിളിക്കുമ്പോഴൊക്കെ മാറണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. ഇപ്പൊ പൊളിറ്റിക്സ് നമ്മള് ഇപ്പൊ എന്താ പറയാ എല്ലാരും നാളെ പൊളിറ്റിക്സിന് അതൊരിക്കലും നടക്കില്ല. അപ്പൊ
അതിന് അതിൻ്റെതായ സമയം എടുക്കും. The revolution begins. അതെ, അതുകൊണ്ടാണ് ദ റെവല്യൂഷൻ ബിഗിൻസ് ഇട്ടേക്കുന്നത്. കാരണം ഒരു കൂട്ടം ചെറുപ്പക്കാർ മീൻസ് ഒരു, അതായത് സിനിമയായിട്ട് വലിയ ബന്ധമില്ലാത്ത കുറെ ആളുകൾ ചെയ്ത ഒരു സംഭവമാണ് ഇത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.